കാരണം ചങ്ങമേരുന്ന വേഗം വരുന്ന കൊടിയേറ്റ് വേറെ ടീം ചെറിയ പരീക്ഷണമല്ല. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ യുവതുർക്കിയെ കൊണ്ടുവന്നു. രണ്ടാമതായിട്ട് പാർട്ടിയുടെ ബുദ്ധിജീവി എന്നുള്ള രീതിയിൽ വിജയരാഘവനെ കൊണ്ടുവന്നു. മൂന്നാമതായി പിന്നെ കൊണ്ടുവന്നത് ജനകീയനെന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് 2 MLA ആണ്. നാലാമതായി കൊണ്ടുവന്നത് ഈ മരുന്നിനൊന്നും ഫലിക്കാതെ വന്നപ്പോൾ നാടൻ ചികിത്സ നടത്താൻ നാട്ടുകാരനായ കരീമിനെ ഇറക്കി രാഘവനെ പരാജയപ്പെടുത്താൻ അവർ ശ്രമിക്കുകയുണ്ടായി. ദയനീയമായ പരാജയമാണ് എളമര കരീം ഈ നിയോജകമണ്ഡലത്തിൽ ഏറ്റുവാങ്ങിയത് നമ്മൾ മനസ്സിലാക്കണം. CPM-ന്റെ പാർട്ടി വോട്ടുകൾ ഇല്ലാഞ്ഞിട്ടല്ല, CPM-ന്റെ ആളുകൾ തന്നെയാണ് രാഘവേട്ടനെ വിജയിപ്പിച്ചതെന്ന് ഞങ്ങൾ കുറച്ച് ഉത്തമ വിശ്വാസമുണ്ട്. CPM മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എളമര കരീമിന് കിട്ടിയ വോട്ടുകള് ഈ ജില്ലയിൽ മുഴുവൻ, നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ CPM-ന്റെ ആളുകൾ ഓപ്പൺ വോട്ട് ചെയ്ത വോട്ട് മാത്രമേ എളമര കരീമിന് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ പാർട്ടി വോട്ടുകളൊക്കെ മാറിപ്പോയി നിങ്ങൾ മനസ്സിലാക്കണം. ജനാധിപത്യത്തിന് വിജയം അതാണ്. ജനങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിജയം അതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിജയം ആഘോഷിക്കാൻ എന്തുകൊണ്ടും ജനാധിപത്യ വിശ്വാസികളായ നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ആഘോഷമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തടഞ്ഞു വെക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തനിക്ക് 400 എന്ന നമ്പർ BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള നില വന്നപ്പോഴാണ് മോദി 400 എന്ന നമ്പർ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളെയും വിലക്കെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിദേശ മാധ്യമം വേണ്ടി വന്നു. ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു ഫലം, കൃത്യമായിട്ടുള്ള ഒരു അവലോകനത്തിന് വേണ്ടി ഒരു വിദേശ മാധ്യമം വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളെയും ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ അവലോകനം വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇത് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളെയും വിലക്കെടുത്തിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇത്. അത് കാണിക്കുന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരം ജനങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് അവസാന ഘട്ടത്തിൽ ഇന്ത്യയിൽ വർഗീയതക്കെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവ് എന്ന് അവകാശപ്പെടുന്ന CPM-ന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ട് പപ്പു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ CPM-ന് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടിയിട്ടുള്ള സീറ്റുകൾ
തമിഴ്നാട്ടിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ ബംഗാളിലും ഉൾപ്പെടെ കിട്ടിയിട്ടുള്ള സീറ്റുകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള സീറ്റുകളാണ്. ഇവിടെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ആകെ ഒരു സീറ്റാണ് ഇപ്പോൾ ഏകദേശം 5 സീറ്റിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ 5 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണിയുടെ ഔദാര്യത്തിൽ വന്നിട്ടുള്ള CPM നേതാക്കന്മാർ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുകയാണ്. ഈ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി നിങ്ങൾ സംശയിക്കേണ്ടതില്ല, നാളെ നേരം വെളുത്താൽ ചിലപ്പോൾ ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. യഥാർത്ഥത്തിലുള്ള ഫലം പുറത്തു വന്നാൽ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും RMPയുടെയും KPയുടെയും ഉൾപ്പെടെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് രാഘവേട്ടന്റെ ഭൂരിപക്ഷം ഏകദേശം 2 ലക്ഷത്തിലേക്ക് എത്തിച്ചിട്ടുള്ള CPMലെ പ്രബുദ്ധരായ വോട്ടർമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ എഴുതി വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ. വോട്ടർമാർ നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് അഭിവാദ്യങ്ങൾ. നമ്മുടെ കേരളത്തിൽ ഇന്നലെ 2